അതിനോടുള്ള ബന്ധത്തിൽ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് അതിൻ്റെ ആധാരമായിട്ട് വായിക്കുന്നത്. 14-15 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഒന്ന് ഇരുത്തി വായിക്കണമേ. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രൈമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവീൻ. വായിച്ച 15 കൂടെ. ആരാ വായി? യഹോവയെ സേവിക്കുന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ആ ആ ആ ആ ആ ആ ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. എന്നാൽ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ചെറുപ്രായം മുതൽ കാണാതെ പഠിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ച് കുടുംബ പ്രാർത്ഥനകളിൽ ഇടയ്ക്കിടയ്ക്ക് കുടുംബ പ്രാർത്ഥനകളിൽ മുടക്കമൊക്കെ വരുമ്പോൾ കുടുംബനാഥൻ അല്പം കൂടി ശബ്ദമുയർത്തിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വേദഭാഗമാണ് ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ ഈ ഭാഗം പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം 1-2 നിലകളിൽ നിങ്ങളുമായി സാവധാനം ഒന്ന് പറഞ്ഞ് ഈ ഭാഗത്തെ ഓർത്ത് അതിൽ ക്രമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭാഗം തന്നെയാണ് ഞാൻ ഇന്നലെ ടെൽഫോർഡ് ചർച്ചിലും എടുത്തത്. 3 ഭാഗങ്ങളായിട്ടാണ് ഈ മെസ്സേജ് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുള്ളത്. ഒരു ഭാഗമേ ടെൽഫോർഡിലും എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നും അതനുസരിച്ച് ഞാൻ സമയത്ത് തന്നെ നിർത്തിക്കോളാം. നമുക്കറിയാം, യോശുവ ഇസ്രായേൽ മക്കളെയും കൊണ്ടുള്ള മടങ്ങിവരവാണ്. എന്നാൽ തൻ്റെ നേതൃത്വത്തിലായിരുന്ന മോശ മാറ്റപ്പെട്ടു. തൻ്റെ മേൽ വലിയൊരു ദൗത്യം വന്ന് വീഴുകയാണ്. ഈ ജനത്തെ അക്കരെ എത്തിക്കണം. അതുമാത്രമല്ല, യോശുവയോട് മോശ ഓരോ ഗോത്രത്തിനും കൊടുക്കേണ്ട സ്ഥലങ്ങളെക്കുറിച്ച് പോലും ഒരു ബ്ലൂ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആ ദേശത്ത് ചെന്ന് വിഭാഗിച്ചു കൊടുക്കണം. വലിയ ഒരു ഉത്തരവാദിത്വം നിൽക്കെ ഇവർ ഷേഖേം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി നിൽക്കുകയാണ്. നിങ്ങൾ പുസ്തകങ്ങൾ എല്ലാവരും മടക്കി വെച്ചു. എനിക്കറിയാം, ഭയങ്കര നല്ല പുസ്തക വായനക്കാരാണ് നിങ്ങളെല്ലാവരും എന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ വായിക്കേണ്ട, വേണ്ടപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ഇടും. പുസ്തകങ്ങൾ വേണമെങ്കിൽ ബ്ലാങ്ക് സീറ്റ് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് മാറ്റി വെച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 24-ന്റെ 1-ാം വാക്യം വായിച്ചെങ്കിലേ അല്പം കാര്യമൊന്ന് പിടികിട്ടി വരികയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിക്കണമേ. അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെ മുഴുവൻ എല്ലാവരെയും ശേഖേമിൽ കൂട്ടി. അവിടെ ഒന്ന് നിൽക്കണേ. ഒരു കർത്തൃദിനത്തിൽ നമ്മുടെ സഭയിലുള്ള എല്ലാവരെയും ഒന്ന് കൂട്ടാൻ വളരെ കുറച്ച് പേരെ നമുക്കുള്ളൂ.
ദൈവദാസന്മാരാകുന്ന ഞങ്ങൾ പെടുന്ന പാട് വളരെ അധികമാണ്. ഇത് 10-40 ലക്ഷം പേരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. ഇവരെ ശേഖേം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് തന്നെ യോശുവ നിർബന്ധിച്ചു കൂട്ടി വരുത്തിയിരിക്കുക. അപ്പോൾ ഇവർ എത്തപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നും കൂടെ വായിച്ചാട്ടെ, 1-ാം വാക്യം. അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ശേഖേമിൽ കൂട്ടിയും ഇസ്രായേലിൻ്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നിന്നു. ശേഖേമിലേക്ക് ഇസ്രായേൽ മക്കളെ, ഇസ്രായേൽ ഗോത്രത്തെ, അതിൽ എഴുതിയിരിക്കുന്നു തലവന്മാരെ, മൂപ്പന്മാരെ, ന്യായാധിപന്മാരെ, അവിടെയും പ്രമാണികളെ അവർ വിളിച്ചു. അവരുടെയൊക്കെ പേര് സ്പെസിഫിക് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. അവരുടെ എന്താ പറയുന്നത്, ആ പദവികൾ എല്ലാവരെയും ശേഖേമിൽ കൂട്ടി വരുത്തി യോശുവ. എന്നിട്ട് അവിടെ ഒരു വാക്യം എഴുതിയിരിക്കുകയാണ്, അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നിന്നു. യോശുവ ഇവരെ ശേഖേമിലേക്ക് വിളിച്ചു എന്നുള്ളത് വാസ്തവം. ഇവർ അനുസരിച്ച് എല്ലാവരും വന്നു എന്നുള്ളതും വാസ്തവം. അത് ദൈവസാന്നിധ്യമാക്കി തീർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് യോശുവയല്ല, വന്ന ജനമല്ല. അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അപ്പം ഇങ്ങനെ എഴുതണമെങ്കിൽ യോശുവ ആ ദൈവസാന്നിധ്യത്തെ അനുഭവിച്ചു. ദൈവം വന്ന് ദൈവമക്കൾക്ക് അനുഭവിപ്പാൻ പറ്റുന്ന നിലയിലേക്ക് ആയിത്തീരുമ്പോഴാണ് അതിനെ ദൈവസാന്നിധ്യം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ ദൈവം അവിടെ ഇറങ്ങി വന്നു. അപ്പം ഇസ്രായേൽ മക്കൾ വരുന്നതിന് മുന്നേ ശേഖേമിൽ ദൈവം ഇറങ്ങി. നമ്മൾ ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ മനസ്സിൽ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ ആരാധനയ്ക്കായി പോകുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഇച്ചിരി ദൂരെ നിന്ന് വരുന്നവരാ, ആരാധനയ്ക്ക് പോകുന്നു. നീ ആലയത്തിൽ ഇറങ്ങിയിരിക്കുന്നതിനായി സ്തോത്രം. നിന്റെ അടുക്കൽ ഞാൻ എത്തിക്കഴിയുമ്പോഴേ ഉള്ളൂ എനിക്കത് ദൈവസാന്നിധ്യമായി തീരുകയുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ എത്തപ്പെട്ടവർക്കത് ദൈവസാന്നിധ്യമായി തീരുകയുള്ളൂ. അപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ഇസ്രായേൽ ഗോത്രങ്ങളെ മുഴുവനെയും യോശുവ അവിടെ കൂട്ടിവരുത്തി. അവിടം ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. ഒന്ന് കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. കുടുംബ പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിക്കും, അങ്ങയുടെ സാന്നിധ്യത്തിനായി, അങ്ങ് സംരക്ഷിക്കുന്നതിനായി, അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തതിനായി, അങ്ങ് ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നതിനായി, ഞങ്ങളുടെ മേലിട്ടിരിക്കുന്ന ആത്മാവിൻ്റെ മുദ്രയ്ക്കായി, ഞങ്ങളുടെ ആത്മാവിനാലുള്ള നടത്തിപ്പിനായി, ഞങ്ങളുടെ പ്രത്യാശ ഉള്ള ഒരു ജീവിതത്തിനായി, വിശുദ്ധീകരിച്ചിരിക്കുന്നതിനായി നമ്മൾ സ്തോത്രം എന്നൊക്കെ പറയും, ഇല്ലേ? നമ്മളെപ്പോഴും പറയും. ദൈവം നമ്മളെ നിർത്തിയിരിക്കുക, ഊനമില്ലാതെ, വാട്ടമില്ലാതെ, കളങ്കമില്ലാതെ, നിർമ്മല മനസാക്ഷിയോടുകൂടി നമ്മളെ നിർത്തിയിരിക്കുന്നത് ഈ ദൈവസാന്നിധ്യത്തെ ക്യാരി ചെയ്യാനാണ്. പല വ്യക്തികളുടെ മേലും ഇറങ്ങുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ അളവ് വ്യത്യസ്തം തന്നെയാണ്, ഒരുപോലെ അല്ല. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു, സംരക്ഷിക്കുന്നു. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി ഓരോ വ്യക്തിയുടെ മേലും വ്യത്യസ്തമാണ്. നമ്മുടെ സബ്ജക്റ്റ് അതല്ലാത്തതിനാൽ അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇസ്രായേൽ മക്കൾ ശേഖേമിലെത്തി. ദൈവ സാന്നിധ്യം അവരുടെ മധ്യേ വന്നു നിന്നു. ഞാൻ വായിച്ചു പോയിക്കോളാം. അപ്പോൾ യോശുവ, നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണമേ,
അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ, ആരാ സംസാരിക്കാൻ തുടങ്ങാൻ പോണത്? ദൈവസാന്നിധ്യം വന്നു നിൽക്കുന്ന ഷേഖേമിൽ ജനത്തെ, മൂപ്പന്മാരെ, ന്യായാധിപ സംഘത്തെ, പ്രമാണികളെ എല്ലാവരെയും, ഗോത്രപിതാക്കന്മാരെ, ഗോത്രതലവന്മാരെ എല്ലാവരെയും വിളിച്ച് വേർതിരിച്ച് അവിടെ കൊണ്ട് നിർത്തി. ഗോത്രമായിട്ട് തന്നെ എന്ന് കണ്ടു. അപ്പോൾ യോശുവ സംസാരിച്ചു തുടങ്ങി എന്നാണ് അവിടെ 2-ാം വാക്യം എഴുതിയിരിക്കുന്നത്. എന്നാൽ എഴുതിയിരിക്കുന്നത് പിന്നെ എങ്ങനെയാണെന്നറിയാവോ? ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ദ സെയ്ത്ത് ദ ലോർഡ് ഗോഡ് ഓഫ് ഇസ്രായേൽ. ദൈവം സംസാരിക്കുന്നു. ഇറങ്ങി നിൽക്കുന്നവിടത്ത് ദൈവസാന്നിധ്യം ഉള്ളപ്പോൾ, ആലയത്തിൽ നിൽക്കുമ്പോൾ, ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ, ബിജു ചെറിയാൻ്റെ വാക്കായിട്ട് ഇതിനെ കേൾക്കാൻ പോയാൽ ഒരിക്കലും ശരിയാകത്തില്ല. കേൾക്കുന്നത് ആര് പറയുന്നു എന്നുള്ളതല്ല, യോശുവ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും നാഹോരിൻ്റെയും പിതാവായ തേരഹ പണ്ട് നദിക്കകരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല, നമ്മുടെ ഭാഗത്ത് തന്നെ നിൽക്കാം. അപ്പോൾ ഇവർ എത്തി നിൽക്കുന്നത് ഷേഖേമിൽ. നായകനായിട്ട് യോശുവയുണ്ട്. അവരെ ഓരോ ഗോത്രങ്ങളായിട്ട് നിർത്തിയിരിക്കുന്നു. ഗോത്രത്തിൻ്റെ തലവന്മാരെ അതിൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. ദൈവസാന്നിധ്യം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. യോശുവ വാ തുറന്ന് സംസാരിച്ചപ്പോൾ അത് ദൈവം അരുളി ചെയ്യുന്നതായി തീർന്നു. എന്നിട്ട് പറയുന്ന വാക്കുകളെല്ലാം പത്രോസ് യേശു കർത്താവിനോട് ചോദിച്ചതുപോലെയുള്ള വാക്കുകളാണ്. വെരി 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 ഹാർഡ് ടോക്ക്. ഒട്ടും ദൈവമക്കളായിരിക്കുന്ന നമ്മൾക്കോ ആ കാലത്തുണ്ടായിരുന്ന ഇസ്രായേൽ മക്കൾക്കോ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ യോശുവ അങ്ങോട്ട് ചോദിച്ചു. ഞാൻ ഇന്നലെ ഈ മെസ്സേജ് ആ സഭയിൽ എടുത്തതിന് ശേഷം മടങ്ങി വന്നപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, പ്രത്യേകിച്ച് ഇന്ന് ഈ മെസ്സേജ് മാഞ്ചസ്റ്ററിൽ എടുക്കണ്ട. അന്നേരം ഞാൻ തീരുമാനിച്ചു ഇത് തന്നെ എടുത്തിട്ടേ ഉള്ളെന്ന്. കൈ പിടിച്ചിട്ട് ചോദിച്ചു, ഉറപ്പല്ലേ? ഞാൻ പറഞ്ഞു ഉറപ്പാണ്. ഞാൻ അവളോട് നീതി പുലർത്താൻ വേറൊരു കുറിവാക്കി എടുത്താലോ എന്ന് ചിന്തിച്ചു. പിന്നെ ഞാൻ ചിന്തിച്ചു, എന്തിനാ? കാര്യം അല്പം മുറിവേക്കുന്ന വചനം. സ്തോത്രം. യോശുവ ജനത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ പരമാർത്ഥതയോടെ എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഷേഖേമിൽ. ആരാ ഇറങ്ങി നിൽക്കുന്നത്? ദൈവം ഇറങ്ങി നിൽക്കുകയാണ്. യോശുവ സംസാരിക്കുന്നു ദൈവിക അരുളപ്പാടുകളെ ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ ആ പ്രസൻസിൽ യോശുവ ചോദിക്കുകയാണ്. ഇന്ന് പ്രിയ സോണിച്ചായൻ പറഞ്ഞൊരു പദമുണ്ട്, എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഞാൻ ആ ചിന്തിച്ചങ്ങ് വീണിരുന്നു പോയി. നമ്മൾ ആരെ ആരാധിക്കുന്നു എന്നൊരു ബോധ്യമുണ്ടാകണം. സ്തോത്രം. നമ്മളിവിടെ സിറ്റിസണോ അല്ലെങ്കിൽ PR ഒക്കെ കിട്ടിയവർക്കറിയാൻ നമ്മളൊരു എന്താ ഊത്തോ എന്ന പരിപാടിക്ക് പോയല്ലേ. നമ്മളവിടെ പോയി സ്യൂട്ടൊക്കെ ഇട്ട് ഭയങ്കര അവർ വന്നപ്പോൾ എഴുന്നേക്ക്, ഓൾ സ്റ്റാൻഡ് അപ്പ്, ഓൾ സിറ്റ്, ഓൾ ടേൺ ഫ്രണ്ട്. NCC ചെറുകാലത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡൊക്കെ അറിയാമായിരുന്നു. സ്തോത്രം. ബഹുമാനിച്ചേ പറ്റുകയുള്ളൂ. ഒരു കവനൻ്റ് നടക്കുകയാണ്. ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്ന ഞാൻ ബ്രിട്ടൻ സിറ്റിസണിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ മേയർ വന്ന് പറയുന്ന വാക്കുകൾ ഞാൻ പറയണമെങ്കിൽ അവർ പറയുന്നത് പോലെ നിൽക്കണം, പറയുന്നത് പോലെ ചലിക്കണം. ഓൾ സ്റ്റാൻഡപ്പ്, ഐ കനോട്ട് സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ പറയും, ദർ ഇസ് എ പ്ലേസ് ഔട്ട്സൈഡ്, യു ക്യാൻ ഗോ ദെയർ. ഒരു രക്ഷയില്ല. അപ്പം ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ വന്ന് യോശുവ പറയുകയാണ്, നിങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ? ഷേഖേം. അവർ പറഞ്ഞു, ഷേഖേമിലാണ് വന്ന് നിൽക്കുന്നത് ഞങ്ങൾ. അതെ,
നിങ്ങളോട് ഞാൻ ഈ സംസാരിക്കാൻ പോണ വാക്കുകൾ അത്ര സുഖകരമല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമായി തുടങ്ങി. കാര്യം എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങളുടെ പിതാക്കന്മാർ നദി കടന്നു വരുന്നതിന് മുന്നേ ദൈവത്തെ സേവിക്കുന്നതിന് പകരം അന്യ ദൈവന്മാരെ സേവിച്ചതുപോലെ നിങ്ങൾക്ക് സേവിക്കാനാണ് താല്പര്യമെങ്കിൽ പൊയ്ക്കോ. ഡോർ ക്ലോസ് ചെയ്തേക്കണം കേട്ടോ. പണ്ട് ആരോട് പറഞ്ഞാൽ പൊയ്ക്കോളാൻ പറഞ്ഞ് ഞാനങ്ങ് പോകുന്നു. യോശുവ പറയുകയാണ്, താല്പര്യമില്ലെങ്കിൽ എന്തിനാ കൂടെ നിൽക്കുന്നത്? പൊയ്ക്കോളാൻ പറയുകയാണ്. പിതാക്കന്മാര് ഇറക്കപ്പെട്ടല്ലോ, അവർ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയതാ. മറ്റുള്ളതൊന്നും അവരുടെ മധ്യേ ഇല്ലായിരുന്നു. ഇന്ന് നിങ്ങൾ പല നിലകളിൽ പോയി, അവിടെയെല്ലാം ഞാൻ നിങ്ങളെ സൂക്ഷിച്ചു. ഇനി നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഒരു തീരുമാനമെടുക്കാം. നിങ്ങൾക്ക് പരമാർത്ഥതയോടെ യഹോവയാൻ ദൈവത്തെ സേവിക്കണമോ, അതോ നിങ്ങൾക്ക് പിൻവാങ്ങിപ്പോയി അന്യദൈവന്മാരെ സേവിക്കണമോ? പക്ഷെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. യോശുവയുടെ വാക്കാണ്, എൻ്റെ അല്ല. യോശുവയല്ല, ദൈവം അരുളി ചെയ്യുക. ദൈവം സംസാരിക്കുന്നതായിട്ടല്ലേ. എന്നിട്ട് യോശുവ അവിടെ മടങ്ങി യോശുവായിട്ട് പറയുകയാണ്, നിങ്ങളെല്ലാവരും പോയാലും ഉണ്ടല്ലോ ദൈവമക്കളെ, ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. മോശ എന്നാ ഏൽപ്പിച്ചിരിക്കുന്നത്? ഇവരെ അക്കരെ എത്തിക്കാനാണ്. പക്ഷേ യോശുവ അവിടെ വെച്ച് പറയുകയാണ്, ഐ ഡോണ്ട് കെയർ ഇറ്റ്. ഐ ഡോണ്ട് കെയർ ഇറ്റ്. നിങ്ങൾ 38 ലക്ഷത്തി എത്രയോ പോരി പിന്മാറിപ്പോയാലും, ഷേഖേമിൽ വെച്ച് തീരുമാനമെടുത്ത് മാറിയാലും, കലപ്പമേൽ കാൽ വെച്ചതിന് ശേഷം പിൻപോട്ടില്ല. ഞാൻ മുമ്പോട്ടായിരിക്കും യാത്ര. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ എത്തി നിൽക്കുന്നത് ഷേഖേമിൽ ദൈവസാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നു. ദൈവത്തിൻ്റെ ഭാഷയിൽ ദൈവം സംസാരിക്കുന്നു യോശുവയിലൂടെ. ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഈ ഷേഖേം എന്ന പദം ആദ്യമായിട്ട് വരുന്നത്. വായിക്കാം. 12-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതലൊന്ന് വായിച്ചു പോവാം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. 12-ാം അധ്യായമാണ് വായിക്കുന്നതെങ്കിൽ 11-ന്റെ തേരഹ് ഇറങ്ങിയ ഭാഗം മുതലൊന്ന് വായിക്കാമോ? 11-ാം അധ്യായത്തിൻ്റെ തേരഹ്. വായിച്ചു. അവിടെയല്ല, അങ്ങനെയല്ല. ആ ഭാഗം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: തേരഹ് ഹാരാനിലേക്ക് പോകുവാൻ തൻ്റെ മകനായിരിക്കുന്ന അബ്രഹാമും മകൻ്റെ ഭാര്യയായിരിക്കുന്ന സാറായും തൻ്റെ മകൻ ഹാരാൻ്റെ മകൻ പൗത്രനായിരിക്കുന്ന ലോത്തിനെയും കൂട്ടി അവൻ്റെ യാത്ര ആരംഭിച്ചു. അങ്ങനെ ഒരു ഭാഗം ഉണ്ടല്ലോ. അത് ഡിസ്പ്ലേ ഇല്ലേ? അപ്പോൾ ഈ ഇറങ്ങുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ. നിങ്ങൾ ഈ ഡിസ്പ്ലേ എന്തായാലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഓക്കെ, ഇടണേ പ്ലീസ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മതി, പറയുമ്പോൾ ഒന്ന് ഇട്ടാൽ മതി. തേരഹ് ഇറങ്ങുകയാണ്. തേരഹ് നമ്മളെപ്പോഴും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ചോദ്യം അവിടെ വരും. അബ്രഹാമാണോ വിളി കേട്ടത്, തേരഹാണോ വിളി കേട്ടത്? തേരഹും അബ്രഹാമും സാറായും, അബ്രാമാണ്, സാറായാണ്. അബ്രാം, സാറ, ഹാരാൻ്റെ മകനാകുന്ന ലോത്ത്, ഇത്രയും പേര് ഹാരാനിൽ വന്നു പാർത്തു. ഹാരാൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഹാരാനിൽ അബ്രഹാമിൻ്റെ ബന്ധുമിത്രാദികളുണ്ട്. അബ്രഹാമിനെ കുറേ നാൾ കൂടി തൻ്റെ ബന്ധുമിത്രാദികളെ കണ്ടു. അവിടെ വെച്ച് താൻ അങ്ങ് വർദ്ധിച്ചു, മൃഗസമ്പത്തായി, മറ്റ് ക്രമീകരണങ്ങളായപ്പോൾ എല്ലാം ഉണ്ടല്ലോ, അവിടെ അങ്ങ് നിന്നു. അബ്രഹാമിൻ്റെ പിതാവായിരിക്കുന്ന തേരഹ് ഇവിടെ വെച്ച് മരിക്കപ്പെടുകയാണ്.
അതാണ് 12 അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. വായിച്ചു ഇനിയും. അവിടെ വെച്ച് ഹാരാനിൽ വെച്ച് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ വളരെ ശ്രദ്ധിച്ചു കേട്ടോണമേ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. വായിച്ചോ, അതിന് 4-ഉം 5-ഉം വായിച്ചേ. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം ഹാരാനിൽ നിന്ന് പുറപ്പെട്ട് ലോത്തും അവനോട് കൂടി ഉണ്ടായിരുന്നു. അവർ ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75, ഇതൊക്കെ ദൈവം ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ വായിച്ച ആത്മാവിൽ ബലപ്പെടുവാനാണ്. വായിച്ചു. അബ്രഹാമിന് 75 വയസ്സുള്ളപ്പോൾ ഹാരാനിൽ നിന്ന് അവൻ പുറപ്പെട്ട് അവൻ എവിടെ എത്തിച്ചേർന്നു? 5-ാം വാക്യം, കനാനിൽ എത്തിച്ചേർന്നു. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായിയെയും, സാറാന്നല്ലേ ഉള്ളൂ, സാറയെയും വായിച്ചോ. അഞ്ചാം വാക്യത്തിൽ ഹാരാനിൽ നിന്നവർ പുറപ്പെട്ട് കനാൻ ദേശത്തെത്തി. ശേഖേമിൽ എത്തിയിട്ടില്ല. ഒന്ന് കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. 11-ാം വാക്യത്തിൽ തേരഹ് ഇറങ്ങി ഹാരാനിലെത്തി, സാമ്പത്തികമായി മെച്ചപ്പെട്ടു. പിതാവ് നഷ്ടപ്പെട്ട അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും സംസ്കാരത്തെയും എല്ലാം വിട്ട് നീ ഇറങ്ങി അബ്രഹാം ഹാരാനിൽ നിന്ന് കനാനിലെത്തി. കനാനിലെത്തിയ അബ്രഹാം അവിടം കൊണ്ട് യാത്ര നിർത്തിയില്ല. അടുത്തത് വായിച്ചേ. അബ്രഹാം അവിടെ നിന്ന് ശേഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മോഴി വരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു. ഒരിക്കൽ കൂടി ആ ഭാഗം ഒന്ന് വായിച്ച്. അബ്രഹാം കനാനിലെത്തിയതിന് ശേഷം അവിടെ നിന്ന് യാത്ര തിരിച്ച് താൻ ശേഖേമും മോറിയ മല, അതാണ് ആ സ്ഥലം. നമ്മളത് അതവിടെ എഴുതിയിരിക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഏലോ മരിയ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത്, പക്ഷെ അതല്ല, മോറിയ മല. അപ്പോൾ നമ്മളൊന്ന് കാണണമേ ഇങ്ങനെ. ഇവിടെ നിന്ന് യാത്ര തിരിച്ച്, ഹാരാനിൽ നിന്ന് യാത്ര തിരിച്ച് കനാനിലെത്തി. കനാനിൽ നിന്ന് യാത്ര തിരിച്ച് ശേഖേമിലെത്തി. ശേഖേമിൽ നിന്ന് കാണത്തക്ക നിലയിൽ മോറിയ മല. ശേഖേമിനും മോറിയായി മലയുമായി അബ്രഹാം ചുറ്റി നടന്നു കൊണ്ടിരുന്നു. വായിച്ചേ, അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. സഞ്ചരിച്ചും കൊണ്ടിരുന്നു. അവിടെ വെച്ച്, ശേഖേമിൽ വെച്ച്, വായിച്ചു. യഹോവയാം ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. ഏത് നിലയിലുള്ള പ്രത്യക്ഷതയായിരിക്കും അത്? ദൈവസാന്നിധ്യം, ദൈവമഹത്വം, ദൈവ പ്രത്യക്ഷത. പഴയ നിയമകാലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദൈവം മനുഷ്യൻ്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ദൂതന്മാരുടെ വേഷത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം അബ്രഹാമിൻ്റെ കണ്ണിൽ വിസിബിളായ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുകയാണ്. ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ദൈവത്തിന് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരുമായിട്ടൊരു കോൺവെർസേഷൻ, അവരുമായിട്ട് ചില സംവാദങ്ങൾ, അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കണം, അവർക്ക് അഭിമുഖമായിട്ടൊന്ന് നിൽക്കണമെങ്കിൽ നമ്മുടെ കർത്താവ് തന്നെ ചെയ്തതിന് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും ജഡസ്വഭാവം എടുത്തു. അതുകൊണ്ട് അബ്രഹാമിന് വിസിബിളാകത്തക്ക നിലയിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ ആ ഒരു ഇതിൽ ഭവനത്തിൽ വന്ന 3 ദൈവപുരുഷന്മാരെ പോലെ വിസിബിളായിട്ടുള്ള ഒരു അപ്പിയറൻസ് അവിടെ ഉണ്ടാകുകയാണ്. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. വായിച്ചോ. അവിടെ വെച്ച് ഒരു വാഗ്ദത്തം അങ്ങോട്ട് കൊടുക്കുകയാണ്. എവിടെ വെച്ചാണിത്? ശേഖേമിൽ വെച്ചൊരു വാഗ്ദത്തം കൊടുക്കുകയാണ്. എന്താ? നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം നൽകും. സന്തതി ഉണ്ടോ? സന്തതി ഇല്ല. അബ്രഹാമിന് 75 വയസ്സായി.
സാറയും പ്രായമായി തീർന്നു. അവർ എത്തപ്പെട്ട് നിൽക്കുന്നത് ഷേഖേമിലാണ്. ഷേഖേം എന്ന പദത്തിൻ്റെ അർത്ഥം ഷോൾഡർ എന്നാണ്. ഷോൾഡർ. തിരുവചനത്തിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മീതെ വഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ വഹിച്ചില്ലയോ. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വാർദ്ധക്യവും നരയും ഉള്ളുവിടത്തോളം കാലം ഞാൻ നിങ്ങളെ ചുമക്കാം. മറ്റൊരു ഭാഗത്ത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ പറയുന്നു: ആധിപത്യം അവൻ്റെ തോളിലിരിക്കുന്നു. ദ ഗവർണേഴ്സാൽ സിറ്റ് ഓൺ ഹിസ് ഷോൾഡർ. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, ശാശ്വതവാസി, സമാധാനത്തിൻ്റെ ദൈവം അവൻ്റെ മേലിരിക്കുന്നു ആധിപത്യങ്ങൾ. അപ്പം ഷോൾഡർ, ഷേഖേം എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവം വഹിക്കാൻ പറ്റിയവിടത്ത് അബ്രഹാം എത്തി നിൽക്കുകയാണ്. നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഭക്തനായ ദാവീദിന് ഇത് നന്നായിട്ടറിയാം. ഷേഖേമിൻ്റെ പ്രത്യേകത, അവിടെ ഇറക്കി വെച്ച ഭാരം പിന്നെ ചുമക്കേണ്ടി വരുന്നില്ല. ഷോൾഡർ, ദൈവത്തിൻ്റെ ചുമൽ. ദൈവത്തിങ്കിലേക്ക് നമ്മളൊന്ന് ചാരി അങ്ങ് ഇരിക്കാറുണ്ടല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. ഷേഖേമിലെത്തി അബ്രഹാമിനോട് ദൈവം പറയുകയാണ്: നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം. വായിച്ചേ മക്കളെ, വായിച്ചു. ആ ആ മതി, അവിടെ നിൽക്കാം. അപ്പം ഷേഖേമിൽ വെച്ചാണ് അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നത്: നീ ഒരു പിതാവായി തീരുമെന്ന്. പിന്നത്തേതിൽ നമുക്കറിയാം, വെയിലാറിയ സമയത്ത് 3 ദൈവപുരുഷന്മാർ വരുന്നതും ഒക്കെ നമുക്കറിയാം. 99 വയസ്സായി അന്നേരം അല്ലേ? 24 വർഷം കഴിഞ്ഞു. ഞാനൊന്ന് നിങ്ങളോട് ഇതിനിടയിൽ ഒന്ന് പറഞ്ഞു പോകാം ദൈവമക്കളെ. ഷേഖേമിൽ വെച്ച് കേട്ട വാഗ്ദത്തം അബ്രഹാമാ കേൾക്കുന്നത്. കേട്ട അബ്രഹാം മരിച്ചുപോയി. ഇസഹാക്കൊക്കെ ഉണ്ടായി, ഇസഹാക്കും മരിച്ചുപോയി. യാക്കോബ് ഉണ്ടായി, യാക്കോബും മരിച്ചുപോയി. ജോസഫ് ഉണ്ടായി, ജോസഫും മരിച്ചുപോയി. മനശ്ശെ, എഫ്രൈമും ഒക്കെ ഉണ്ടായി. ഇവരെല്ലാം മണ്ണടിഞ്ഞു. അവിടെയാണ് യോശുവ ജനത്തെ കൂട്ടിവരുത്തി നിർത്തിയിരിക്കുന്നത്. ഇന്ന് പകൽ, ഈ ജൂലൈ മാസം 21-ാം തീയതി എന്നെ കേൾക്കുന്ന ദൈവമക്കളൊന്ന് ഓർത്തു, നിൻ്റെ പൂർവ്വപിതാക്കന്മാർ കേട്ട വാഗ്ദത്തത്തിന് മാറ്റം ദൈവം വരത്തില്ല. നമ്മളോടൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ കേട്ട പൂർവികർ മണ്ണടിയപ്പെട്ടെന്നിരിക്കാം, കേട്ടവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെന്നിരിക്കാം, സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായെന്നിരിക്കാം. വാഗ്ദത്തം അവിടെയും ജീവൻ വെച്ചുകൊണ്ടിരിക്കും, അവിടെയും വാഗ്ദത്തം നിലനിൽക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ആത്മമണ്ഡലങ്ങളിലൊന്ന് കണ്ടേ. ചെറുപ്രായത്തിൽ ചിലപ്പോൾ കിൻഡർ ഗാർഡൻ സ്കൂളിലോ സൺഡേ സ്കൂളിലോ VBSലോ മറ്റോ പോയപ്പോൾ കേട്ട ഒരു വാഗ്ദത്ത നിവൃത്തി യാതനാപാത്രങ്ങളായി നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ഇന്ന് പകൽ കരങ്ങളെ തട്ടിക്കൊണ്ട് പറ, ഇത് എൻ്റെ കഴിവല്ല. യോശുവയ്ക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളെത്തി നിൽക്കുന്ന ഈ ഷേഖേമിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ പിതാവായിരുന്ന അബ്രഹാമിനോട് ഈ എൻ്റെ ദൈവം അരുളി ചെയ്തു, നിന്റെ മക്കൾക്ക് ഞാൻ ഈ സ്ഥലം കൊടുക്കും. അതും കൊണ്ട് അനുസരണയോടുകൂടി ദൈവത്തെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ ആരാധിപ്പീൻ. വാഗ്ദത്തം അബ്രഹാമിനോടായിരുന്നു. വന്നു നിൽക്കുന്നത് അബ്രഹാമിൻ്റെ കൊച്ചുമക്കളാണ്. അവരെ അവിടെ കൂട്ടി വരുത്തിയിട്ട് യോശുവ പറയുകയാണ്. ഇനിയും ആ 24-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു പോരട്ടെ. ആ 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 ഉം 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 വായിക്കുന്നത് ദൈവം അരുളി ചെയ്യുകയാണ്. ഷേക്കേമിൽ വെച്ച് ജനങ്ങളെ കേൾപ്പിക്കുക. യോശുവയാണ് മൗത്ത് പീസ് അവിടെ ഉപയോഗിക്കുന്നതെന്ന് മാത്രം. വായിച്ചോ മക്കളെ. ആ ആ ആ ആ നമ്മൾ ഈ ആവർത്തന പുസ്തകം 6-ാം അധ്യായവും 7-ാം അധ്യായമൊക്കെ ഇടയ്ക്കൊന്ന് വായിക്കണം. 6:7 ഇങ്ങനെ എഴുതിക്കുന്നത്: നിങ്ങൾ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കിടക്കുമ്പോൾ നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ പിതാവായ ദൈവം അവരെ മിസ്രയീമി അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ബോധവൽക്കരിപ്പിക്കണമെന്നല്ലേ. സ്തോത്രം. ഇതൊക്കെ അറിയാവുന്ന യോശുവ ഇതെല്ലാം കേട്ട്, മോശയുടെ കൂടെ വളർന്ന യോശുവ ഇതൊന്ന് പറയുകയാണ് വീണ്ടും ആത്മാവിൽ. പറഞ്ഞോ, വായിച്ചു മക്കളെ. ദൈവം ഓർമ്മിപ്പിക്കുക എവിടെ നിന്നാണ് നമ്മൾ വന്നതെന്ന്. എന്നോട് എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒത്തിരി ദൈവമക്കൾ, ഞങ്ങളുടെ വീടിൻ്റെ പണിയൊക്കെ കുറച്ചൊന്ന് തീർന്നുകൊണ്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. നമ്മുടെ ഈ സഭയിൽ തന്നെയുള്ളവർ ഒത്തിരി ദൈവമക്കളെ ഞങ്ങളും വിളിക്കുന്നു, പലരും വരുന്നു. വരുമ്പോൾ എല്ലാവരും എന്നെ അതുപോലെ സ്നേഹിക്കുന്നവരൊക്കെ അറിയിക്കാതെയൊക്കെ വരുന്നു. ചിലർ ഞങ്ങൾ വിളിച്ചിട്ടൊക്കെ വരുന്നു. ഇവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്: പാസ്റ്റർ ഇനിയും പഴയ കാര്യമൊന്നും പറയണ്ടെന്ന്. വി റെസ്പെക്റ്റ് യു പാസ്റ്റർ. സോ പാസ്റ്റർ അടുത്ത റലത്തിൽ കയറി നിന്നൊക്കെ ഇനി സംസാരിച്ചാൽ മതി. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാനൊരു പറഞ്ഞ ആൾക്കാരെ കുനിഞ്ഞിരിക്കുമെന്ന് തോന്നുന്നു. ബിഗ് സീറോയാണ്. ഐ നോ വെയർ ഐ ആം ഫ്രം. ഇപ്പം എന്നോട് ഒരു ആൾ ചോദിച്ചു, ആരാ, നമ്മുടെ ഡോക്ടർ ലിസനോട് ചോദിച്ചു, ഈ പാസ്റ്റർക്ക് 10ാം ക്ലാസ് ഒന്നും പാസ്സാകാൻ പറ്റിയില്ല എന്നൊക്കെ ചോദിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ല 10 ഞാൻ പോയിട്ടില്ലെന്ന്. ആ സഹോദരി അതൊക്കെ അങ്ങ് വിശ്വസിച്ചു. നല്ല അത് തന്നെയാണ്. പാസ്റ്റർ ഇത്ര അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണോ? ഐ ആം എ PhD ഹോൾഡർ. സോ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയത്, ഒത്തിരി പേരുടെ പപ്പ ഞാൻ വീഴ്ച കണ്ടിട്ടുണ്ട്. ഒത്തിരി പേരുടെ വീഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതാണ്. വീഴത്തില്ല എന്ന് ഉറപ്പ് പറഞ്ഞവരുണ്ട്, വീഴുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. തോൽക്കത്തില്ല എന്ന് എന്നോട് മാത്രമായി രഹസ്യത്തിൽ, ആരാന്ന് പറയാതിരുന്നാൽ മതിയല്ലോ, രഹസ്യത്തിൽ പറഞ്ഞവർ തോൽക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത വർഷം നാട്ടിൽ നടന്നൊരു സംഭവം, ഒരു ഭക്തൻ പറഞ്ഞ, പേര് പറയുന്നില്ല, ഈ മഹാ ദൈവപുരുഷൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കൊക്കെ സ്റ്റേജിൽ കയറിയിരിക്കാം. ഇദ്ദേഹത്തിൻ്റെ കാലശേഷം നമ്മളെയൊക്കെ ആരെയെങ്കിലും സ്റ്റേജിൽ കയറ്റുമോ എന്ന് ചോദിച്ചു. പറഞ്ഞ ആൾ മരിച്ചുപോയി. TS എബ്രഹാം സാർ വർഷങ്ങളോളം പിന്നെയും ജീവിച്ചിരുന്നു IPC-യിൽ. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഞാനോ കുറയണം അല്ലേ, നീയോ വളരണം, അതായിരിക്കട്ടെ നമ്മുടെ മോട്ടീവ്. ഹൃദയം തുറന്ന് കാണിച്ച കർത്താവ് ഉണ്ടായിരിക്കണം. നമ്മുടെ ചങ്കിനകത്ത് കുടികൊള്ളേണ്ടത് ദൈവസാന്നിധ്യമാണ്. ഞാൻ പറയുന്നത് ക്ഷമിക്കണം. വീണ്ടും സുജയുടെ പേര് പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ, ഞങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കരം കൊടുത്ത് ഞങ്ങളിങ്ങനെ ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ ടു ഗോയിങ് ടു മാഞ്ചസ്റ്റർ? നിൻ്റെ ഹൃദയത്തിലെ ഉദ്ദേശം. ഞാൻ ദൈവസാന്നിധ്യത്തിൽ നിന്ന് യോശുവ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുക, ഞങ്ങൾ സംസാരിച്ചതാണ്. ഞാനൊരു പദം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ദാറ്റ് ഇംഗ്ലീഷ് വേർഡ് ഈസ് ഇൻറ്റൻഷൻ. ബീച്ചാൻ്റെ ഇൻറ്റൻഷനെയാണ് കർത്താവ് നോക്കുന്നത്. മറ്റുള്ളതെല്ലാം പുറമേ ഉള്ളതാണ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കണം. നമ്മൾ ഇറങ്ങുമ്പോൾ നോക്കണം, എന്താണ് എൻ്റെ ഇൻറ്റൻഷൻ? ആരാധനയ്ക്ക് വരുമ്പോൾ
ഞാൻ കൊട്ടുന്നതാണോ കാര്യം, ഇത് പിടിപ്പിക്കുന്നതാണോ കാര്യം, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതാണോ കാര്യം, ഇത് പാടുന്നതാണ്, ഇത് വായിക്കുന്നതാണോ, ഇവിടെ ഇരിക്കുന്നതാണോ, എന്താണ് എൻ്റെ ഇൻറ്റൻഷൻ ഇതിലൂടെ ഉള്ളത്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണല്ലോ ആരാധനയ്ക്ക്, എൻ്റെ ഇൻറ്റൻഷൻ എന്താ? ഇത് ഞായറാഴ്ച അല്ലേ, പോയില്ലെങ്കിൽ പുള്ളി വിളിച്ചു ചോദിക്കും. അതല്ല, ആ ഇൻറ്റൻഷനൊന്നും അല്ല വേണ്ടേ. എന്നെ അറിയുന്ന ഒരു ദൈവം, എന്നെ നിലനിർത്തിയിരിക്കുന്ന ഒന്ന് ദൈവം, ഇന്ന് യോഗ്യതകളില്ലാത്ത ഒരു നിരയിൽ എന്നെ കൊണ്ട് എത്തിച്ച ഒരു ദൈവം, എൻ്റെ മാതാപിതാക്കൾക്ക് പോലും അന്യപ്പെട്ടു പോയ ചില വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ അനുവദിച്ച ഒരു ദൈവം, എൻ്റെ കൂടെ ആരാധിച്ചവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഇന്നും എന്നെ നിലനിർത്തിയിരിക്കുന്ന ഒരു ദൈവം, വരവിനായിട്ട് ഒരുക്കി നിർത്തിയിരിക്കുന്ന ഒരു ദൈവത്തെ ആരാധിപ്പാനാണ് ഞാൻ പോകുന്നത്. ഇതായിരിക്കണം നമ്മുടെ ഇൻറ്റൻഷൻ. അതിന് വിപരീതമായിട്ട് എന്തുയർന്നാലും നിഗളമാണ്. എന്തുമാകട്ടെ, അത് എൻ്റെ മക്കളാകട്ടെ, ആരാണേലും അത് ദൈവകോപത്തിയിൽ നമ്മളെത്തും. യോശുവ ചോദിക്കുകയാണ്, അതുകൊണ്ട് വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ? നിങ്ങളുടെ താല്പര്യം എന്താണ്? നമ്മൾ ചെറുതായ മതിയെന്നേ. യേശു കർത്താവ് ഒരു പദം യോഹന്നാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. എന്താ സ്റ്റേറ്റ്മെൻ്റ്? എന്തായിരുന്നു? അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, ഞാനോ കുറയണം, അവനോ വളരണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, ഞങ്ങൾ കുറയണം. ഞാൻ 10 പാസ്സായതാണ്, ഞാൻ കോളേജിൽ പോയതാണ്, ഞാൻ ഡിഗ്രിക്ക് പോയിട്ടുള്ളതാണ്, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ബോംബെ പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ അഡിക്ഷൻ സെൻറ്ററിൻ്റെ കോഴ്സ് ചെയ്തതാണ്, സർട്ടിഫൈഡ് കൗൺസിലറാണ്, ഞാനതെല്ലാം ചെയ്തതാണ്, തിയോളജി പഠിച്ചതാണ്. പക്ഷെങ്കിൽ ഇത് ഞാൻ പറഞ്ഞതങ്ങ് എഡിറ്റ് ചെയ്ത് കളഞ്ഞേര്. ഇതൊന്നും എന്നെ അക്കരെ എത്തിക്കത്തില്ലെന്നേ. ഇതൊന്നും എന്നെ അക്കരെ എത്തിക്കത്തില്ല. അക്കരെ എത്തിക്കാൻ വേണ്ടത് എന്താ? കർത്താവേ, ഐ ആം ബിഗ് സീറോ. ഞാനൊരു സീറോയാന്നേ. ഈ സീറോയിൽ നിന്ന് നമ്മളൊന്ന് ചലിക്കാൻ തുടങ്ങുമ്പോഴേ പ്രശ്നം. നമ്മളെപ്പോഴും പറയണം, ഞാൻ നിൽക്കുന്നു, കർത്താവിനെ നിർത്തിയിരിക്കുന്നു. PC ചെറിയാൻ പാസ്റ്റർ അടുത്ത് വന്ന് പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് പറയുന്ന, അദ്ദേഹം ഏതോ ഒരു വീട്ടിലെ പ്രെയർ മീറ്റിങ്ങിലാണ്, അറിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ചിന്തിക്കും, ഞാനൊരു പാസ്റ്ററാണോ? എന്നെ പാസ്റ്റർ ആക്കിയിട്ടുണ്ടോ നീ? ലോകത്തിൽ മലയാളി പെന്തക്കോസുകാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഗർജിക്കുന്ന സിംഹമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ചോദിക്കുകയാണ്, കർത്താവേ, നീ എന്നെ തിരഞ്ഞെടുത്തതാണോ? ഒരു പാസ്റ്റർക്ക് വേണ്ട ക്വാളിറ്റി, പാസ്റ്റർക്ക് വേണ്ട ഗുണസവിശേഷതകൾ, സംസാര രീതികൾ, സ്വഭാവം, ഇടപെടലുകളെ, നോട്ടം, ഇതൊന്നും എനിക്ക് ഉള്ളതായിട്ട് തോന്നുന്നില്ല, അറിയുന്നില്ല. യു റിയലി കോൾഡ് മീ? അദ്ദേഹം ചോദിക്കും. ഞാൻ എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു വിഷയം പറയട്ടെ, ഇത് തന്നെയാണോ എന്ന് ചോദിച്ചാൽ, അതെ. എന്നാ വാ, ചെറിയന്മാരല്ലേ, വാ ഒരുമിച്ച് മാറിയിരിക്കാമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ചൊറിച്ചിലുള്ള ആളാന്ന് പറഞ്ഞു. അത് നമ്മുടെ ക്യാരക്ടറാണ്. ദൈവമക്കളെ, നമ്മൾ ഓരോ ദിവസവും പറയണം, കർത്താവിനെ വിളിച്ചിരിക്കും. ഞാൻ വേഗത്തിൽ അതിലേക്ക് മടങ്ങി വരട്ടെ. ഷേക്കെമിലെത്തി നിൽക്കുമ്പോൾ യോശുവ ദൈവജനത്തോട് പറയുകയാണ്, ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും അനുസരിക്കാൻ, അനുഗമിപ്പാൻ താല്പര്യമുള്ളവർക്ക് മാത്രം ഈ ഷേക്കെമിൽ നിന്ന് യാത്ര തിരിക്കാം. ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവ് ഇറക്കപ്പെടുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക്, ഊരിൻ്റെ സംസ്കാരത്തിലേക്ക് മടങ്ങിപ്പോകാം. യോശുവ അത് പറയണമെങ്കിൽ അതിൻ്റെ പിൻപിൽ മറ്റൊരു ഘടകം കൂടെ ഇല്ലേ? ഒരിക്കൽ സീനായി പർവ്വതത്തിൽ മോശ കയറി. ദൈവത്തിൻ്റെ കൽപ്പന ദൈവം കൊടുക്കാൻ അങ്ങോട്ട് വിളിച്ചു. ഞാൻ ആ ഭാഗം ഇന്നലെ രാത്രിയിൽ വീണ്ടും ഒന്ന് വായിച്ചു. അവിടെ വെച്ച് പറയുകയാണ്, മോശയും
നീ ഇസ്രായേൽ മക്കളെ എല്ലാവരെയും വിശുദ്ധീകരിക്കണം. അവിടെ എഴുതിയിരിക്കുന്ന അവരുടെ വസ്ത്രങ്ങൾ അലക്കി വിശുദ്ധീകരിക്കണം. അവർ ഭാര്യ ഭർത്തൃ കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിൽ ഭാര്യയുമായിട്ട് അവർ ശയിക്കാൻ പാടില്ല. അവരെ മുഴുവൻ വിശുദ്ധീകരിച്ച് വസ്ത്രം വെണ്മയുള്ളതാകട്ടെ അവരെ മാറ്റിക്കടത്തി വിശുദ്ധീകരിച്ച് അവർ പർവ്വതത്തിൻ്റെ താഴെ നിൽക്കണം. എന്നാലും പർവ്വതത്തെ തൊട്ടാൽ അവനെ കല്ലെറിഞ്ഞു കൊന്നേക്കണം. ഇങ്ങനെ വലിയ നിലയിൽ വിശുദ്ധീകരണം നടത്തിയതിനു ശേഷം ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി മോശ എടുക്കപ്പെടുന്ന മുകളിലേക്ക് 40 ദിനരാത്രങ്ങൾ ദൈവത്തോടുകൂടി പാർത്ത മോശ ഇറങ്ങി വരുമ്പോൾ അഹരോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ വാർത്ത് കാളക്കുട്ടിയുടെ മുമ്പിൽ ആരാധിക്കുന്ന ഒരു ജനത്തെ കണ്ടപ്പോൾ മോശ ദൈവസാന്നിധ്യത്തിൻ്റെ ആ ശക്തിയിൽ നിന്ന് മോശ പറയുന്നുണ്ട്, യഹോവയുടെ പക്ഷത്തുള്ളവർ ഈ ഭാഗത്തേക്ക് മാറി നിൽപ്പീൻ. ചോദിച്ചതല്ലേ? ഇത് കണ്ട് ഞെട്ടിയ ആളാ യോശുവ. നിങ്ങൾക്കറിയാമോ, അവിടെ നിന്ന് ഇറക്കപ്പെട്ട ജനമ അനുസരണക്കേട് കാണിച്ചത്. അവിടെ നിന്ന് മോശ പറഞ്ഞിട്ടും യാത്ര തിരിച്ചവരോടാ യോശുവ പറയുന്നത്, യഹോവയുടെ പക്ഷത്തുള്ളവർക്ക് അനുസരിക്കാം. ഇനി നിങ്ങൾ മുഴുവൻ ഈ വാക്ക് കാഠിന്യമെന്ന് തോന്നി പിന്മാറിപ്പോയാലും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഒറ്റയ്ക്ക് കനാനിലെത്തി ദൈവത്തെ സേവിക്കും. ഇന്ന് എത്ര പേർക്ക് ഈ തീരുമാനത്തോടെ ആമീൻ പറയാൻ കഴിയും? വെളിപ്പാട് പുസ്തകം തീരുന്നത് എങ്ങനെയാണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം തീരുന്നത് അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ. എനിക്ക് ആ ഭാഗം വായിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. കൊള്ളക്കാരൻ കൊള്ള ചെയ്യട്ടെ, ഇനി നീ അവരെ നിർമ്മലീകരിക്കാനൊന്നും പോകാൻ സമയമില്ല. ആ ഭാഗം ഒന്ന് വായിച്ച് 22 മക്കളൊന്ന് വായിക്കാമോ വേഗത്തിൽ? വെളിപ്പാട് പുസ്തകം 22 10-11 വാക്യങ്ങൾ. അനീതി ചെയ്യുന്നവൻ അനീതി, നീതിമാൻ നീതീകരിക്കപ്പെടട്ടെ, വിശുദ്ധൻ വീണ്ടും വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. എന്തിനാ? ഒരു പ്രതിഫല വിഭജനം. വായിക്കാവോ അതൊന്ന്? ഒരു പ്രതിഫലമുണ്ട്. അവിടെ ഒന്ന് നിർത്തിക്കേ. എന്നോട് നമ്മുടെ എല്ലാ സഭകളിലും വലിയ ആളൊന്നുമല്ല, എല്ലാം ചെറിയ ചർച്ചകളാണല്ലോ നമ്മുടെ മറ്റുള്ള എല്ലാ സഭകളും. നമ്മുടേതും നമ്മൾ അങ്ങനെ തന്നെ കാണും. ഈ ആള് കൂടുമ്പോൾ പാസ്റ്റർമാർക്കൊരു പരാക്രമ അല്ലേ, ഒരു ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളതല്ലേ, പാസ്റ്റർമാർക്ക് അങ്ങ് അവർ പിന്നെ ആ കോട്ടിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടി. ഞാൻ എന്തോ കൃപയാൽ ഇതൊക്കെ ഈ ബോംബെ വെച്ച് സൂട്ടിടുമായിരുന്നു. അത് ഈ ഡി അഡിക്ഷൻ സെൻറ്റർ ആയതുകൊണ്ടുണ്ടല്ലോ, ചിലരൊക്കെ കുടിച്ചിട്ട് ഈ സൂട്ടൊക്കെ ഇട്ടാണ് വരുന്നത്. അപ്പം ഇവന്മാർ ഇട്ടിട്ട് പോവും. സുബോധം വന്നു കഴിയുമ്പന്മാർക്ക് സൂട്ട് വേണ്ടല്ലോ. ഞാനതൊക്കെ ഇടയിലൊക്കെ നടക്കും ചുമ്മാ രസത്തിന്. ഗോലിയാത്തിൻ്റെ വടച്ചിട്ട് ദാവീദിട്ടോ പോലെയൊക്കെ അതൊക്കെ ഭയങ്കര സിക്കുകാരുടെയൊക്കെ ഇട്ടാൽ നമുക്കത് സ്തോത്രം. ഈ ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ വായിക്കണ്ട, ഇനി ഞാൻ പറഞ്ഞു പോയിക്കോളാം. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യം അറിയോ? നിങ്ങൾ മക്കളെ ഡിസ്പ്ലേ ഇട്ടേക്കടെ, നിങ്ങൾ സംഖ്യയിൽ കുറവുള്ളവരായിരുന്നു, ജാതികളെ പോലെ നിങ്ങൾ ബലമുള്ളവരായിരുന്നില്ല. എന്നാൽ ആ ഭാഗം ഒന്ന് വായിക്കാമോ? ഒന്ന് വായിച്ചു വന്നോ, കേൾക്കണമേ. മഹനീയം ദൈവസഭയോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. ഞാനിത് പറഞ്ഞങ്ങ് നിർത്താമേ. മഹനീയം ദൈവസഭയെ നമ്മൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും അങ്ങനെയല്ലല്ലോ അതിൻ്റെ ആണോ? വായിച്ചു ഒന്ന് വായിച്ചു. ആ ആ ആ 6-ാം വാക്യം എങ്ങനെയാ? ആ ആ ആ ആ ആ ആ ആ വാക്യം എനിക്ക് വേണ്ടത്. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും
പെരുപ്പമുള്ളവരാകൊണ്ടല്ല. മഹനീയം ദൈവസഭയിൽ വന്നപ്പോൾ മുതലുള്ള ഒരു ദൈവപുരുഷൻ അവിടെ ഇരിപ്പുണ്ട്, ഒരു ദേവദാസി ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. ടെൽഫോർഡ് ചർച്ചിൽ ഞാൻ പറഞ്ഞപ്പോൾ 2 പെൺപൈതലുകൾ അവിടെ ഉണ്ടായിരുന്നു സഭ തുടങ്ങുമ്പോൾ. അപ്പം നിങ്ങൾ ജാതികളെപ്പോലെ പെരുപ്പമുള്ളവരാകൊണ്ടല്ല നിങ്ങൾ ആരാധിക്കുമ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങുന്നത്. പിന്നെയോ അവിടെ എഴുതിയിരിക്കുന്ന വായിച്ചേ, എളുപ്പം നിർത്തുക. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ ആ ആ ആ ആ മതി. നമ്മൾ ദൈവത്തിന് പ്രിയരാകുന്നു എന്നൊരു വാക്യമുണ്ടല്ലോ അവിടെ. കിട്ടുന്നില്ല, പോകട്ടെ. അപ്പം നമ്മൾ സംഖ്യയിൽ ചെറുതാണ്, പക്ഷെ ദൈവത്തിന് നമ്മളോട് പ്രിയം തോന്നി. ദൈവമക്കളെ, സ്തോത്രം. അതുകൊണ്ടാണ് ദൈവം നമ്മളെ നിലനിർത്തിയിരിക്കുന്നത്. അപ്പം നമ്മളെ പെരുപ്പിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, വർദ്ധിപ്പിക്കുമ്പോൾ, നമ്മൾ വലിയ ജനമായി തീരുമ്പോൾ എല്ലാം ഉണ്ടല്ലോ, ഇതൊന്നും കണ്ടിട്ടല്ല ദൈവം യോശുവയോട് പറയുകയാണ്, അതുകൊണ്ട് സകലരെയും വിളിക്കാൻ ഞാൻ ഇറക്കിയത് അബ്രഹാമിനെ ഒറ്റയ്ക്കാണ്. ഇന്ന് പകൽ നമുക്കൊന്ന് കണ്ണടയ്ക്കാം. ഞാൻ ഈ ഭാഗത്തങ്ങ് നിർത്താം. ഞാൻ പറഞ്ഞല്ലോ 3 ഭാഗമായിട്ടാണ് ഇത് എടുക്കാനിരിക്കുന്നത്. ഒരു ഭാഗത്തൊന്ന് തൊടാനേ പറ്റിയിട്ടുള്ളൂ. നമുക്ക് നിർത്താം. കർത്താവിനോടൊന്ന് പറഞ്ഞ്, കർത്താവേ, നിറയ്ക്കുന്ന അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്കറിയാം. വർദ്ധിപ്പിക്കുന്ന, വിശാലപ്പെടുത്തുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്കറിയാം. നിറവിൽ നൽകുന്ന, കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതനെയാക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്കറിയാം. പക്ഷേ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ ക്രമത്തോടെ നിർത്തണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയോട് അടുത്ത് വരുന്നു. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ എവിടെയെങ്കിലും ഞങ്ങളിൽ കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പൊറുക്കണമേ. വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കി നിർത്തണം. അങ്ങയുടെ വരവിങ്കൽ, കാഹളധ്വനിയെങ്കിൽ എടുക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ വിഷയം. ഞങ്ങൾ എന്തു കഴിച്ചു, എന്തു ഉടുത്തു എന്നുള്ളതല്ല, ഞങ്ങൾ എടുക്കപ്പെടുന്നതാണ്. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രൈം ഇൻറ്റൻഷൻ, ആഗ്രഹം. അതിനായിട്ട് ഞങ്ങളെ സഹായിക്കണം. അതിന് വിപരീതമായിട്ടുള്ള എല്ലാത്തിനെയും ഞങ്ങൾ ഇന്ന് ചപ്പെന്നും ചവറെന്നും എണ്ണി മാറ്റുന്നു. ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവപ്രസാദമുള്ളവരായി ഞങ്ങളെ നിലനിർത്തണം. കർത്താവ് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ.